സ്ത്രീയെ സംബന്ധിച്ച് ഗർഭകാലം എന്ന് പറയുന്നത് വളരെ ആഘോഷം നിറഞ്ഞതാണ്. അന്നേ വരെ പരിചയിച്ചിട്ടില്ലാത്ത ഒരു തരം ഫീലിങ്സ് ആയിരിക്കും പ്രഗ്നൻസി പീരീഡ്സിൽ ഉണ്ടാകുന്നത്. അമ്മയും കുഞ്ഞും ഒന്നാവുന്ന ഈ ഒരു കാലയളവില് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണക്രമത്തിലും അമ്മ മതിയായ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. എന്തൊക്കെ കഴിക്കണമെന്നും എന്തൊക്കെ കഴിക്കണ്ട എന്നുള്ളതും നമ്മളെ ചികിത്സിക്കുന്ന ഗൈനക്കോളജിസ്റ്റും പിന്നെ നമ്മുടെ മുതിർന്നവരും എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഇത്തരം സന്ദർഭങ്ങളിൽ മരുന്നുകളെക്കാൾ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത് മുതിർന്നവർ പറയുന്ന ഭക്ഷണക്രമങ്ങളാണ്. ഗർഭകാലത്ത് നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും പ്രതിവിധി ആയുർവേദം തന്നെയായിരിക്കും. അമ്മയ്ക്കും കുഞ്ഞിനും മാത്രമല്ല, ബാക്കി എല്ലാ രീതിയിലും നമുക്ക് ആരോഗ്യം വർദ്ധിപ്പിക്കാനായിട്ട് ഇതുകൊണ്ട് സാധിക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു മെയിൻ ഫാക്ടറാണ് ജീരകം എന്ന് പറയുന്നത്. ജീരകവെള്ളം കുടിക്കുന്നോണ്ട് ഗർഭസംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനായിട്ട് സാധിക്കുന്നു. ജീരകവെള്ളം കുടിക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. അനീമിയ അഥവാ വിളർച്ചയ്ക്ക് ഉത്തമമായിട്ടുള്ള ഒരു പരിഹാരമാണ് ജീരകവെള്ളം. ജീരകത്തിൽ ഒരുപാട് അയണിന്റെ അംശം കൂടുതലുള്ളതിനാൽ ഹീമോഗ്ലോബിന്റെ അളവ് വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇത് കുഞ്ഞിന്റെ വളർച്ചയെയും സഹായിക്കുന്നുണ്ട്. ഗർഭകാലത്ത് എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ഒരു മെയിൻ പ്രശ്നമാണ് അസിഡിറ്റി എന്ന് പറയുന്നത്. അതില്ലാതാക്കാൻ പറ്റിയ നല്ലൊരു വഴിയാണ് ഈ ജീരകവെള്ളം കുടിക്കുന്നത്. ഗർഭകാലത്തുള്ള രക്തത്തിലെ ഷുഗറിന്റെ അളവ് കൂടുന്നതും കുഞ്ഞിനെ വല്ലാതെ എഫക്റ്റ് ചെയ്യും. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനായിട്ട് ഈ ജീരകവെള്ളം കൊണ്ട് സാധിക്കുന്നു. ഗർഭകാലത്തുണ്ടാകുന്ന ടെൻഷൻ, നമ്മുടെ വേവലാതികള്, നമ്മുടെ രക്തസമ്മർദ്ദത്തിന്റെ തോത് ഉയർത്തിയേക്കും. ഇത് കുഞ്ഞിന്റെ വളർച്ചയെ തന്നെ ബാധിക്കാവുന്ന ഒന്നാണ്. ഇത് ബാലൻസ് ചെയ്യാനായിട്ട് ജീരകവെള്ളം കുടിക്കുന്നത് നല്ലൊരു ബെനിഫിറ്റ് ആണ്. അടുത്തത് ഗർഭിണികൾ അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് മലബന്ധം എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും അടിവയറ്റില് വേദന ഉണ്ടാവാനായിട്ട് കാരണമാവാറുണ്ട്. അപ്പൊ മോശം സ്മൂത്ത് ആവാനായിട്ട് ഈ ഒരു ജീരകവെള്ളം കൊണ്ട് നമുക്ക് ഹെൽപ്ഫുൾ ആണ്. ഈ ഒരു ജീരകവെള്ളം ഉണ്ടാക്കാനായിട്ട് അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ലല്ലോ. അറിയാത്തവർക്കായിട്ട് 1-2 സ്പൂൺ ജീരകം ഒരു 1.5 ലിറ്റർ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അതൊന്ന് തണുത്തതിന് ശേഷം ഒരു ബോട്ടിലിനാക്കി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് കുടിക്കാവുന്നതാണ്. തലേന്ന് തിളപ്പിച്ചിട്ടുള്ള ജീരകവെള്ളം കഴിക്കുന്നത് ഒഴിവാക്കണം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ എപ്പോഴും പറയാറുള്ളത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.